ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഐഷാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം നമുക്കെല്ലാവർക്കും സുഖവും സമാധാനവും ആരോഗ്യവും ആയുസ്സും ഒക്കെ തരട്ടെ. പറയുമ്പോൾ ഒരു പാട്ട് ഓർമ്മയില്ലേ? ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകത്തിലെല്ലാവർക്കും സുഖവും സമാധാനവും തരട്ടെ ദൈവം തമ്പുരാൻ. അതുപോലെ എനിക്കും നിങ്ങൾക്കും കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും സുഖവും സമാധാനവും ആരോഗ്യമുള്ള ജീവിതവും ദൈവം തമ്പുരാൻ തരട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കനാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ചിക്കൻ. ഞാൻ ഇപ്പോൾ അടുത്ത് കൊച്ചിയിൽ ഒരു വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. അപ്പോൾ നല്ല ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ഷെഫ് പിള്ളയുടേതായിരുന്നു. അപ്പോൾ എന്ത് ടേസ്റ്റാണ് ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങൾ. ആദ്യം തന്നെ ചട്ടി അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഒരു കിലോ ചിക്കനകത്തിന് ഒരു 10-20 ചെറിയ ഉള്ളി എടുക്കാം. ചിക്കൻ അടുപ്പത്ത് വെച്ച് ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഇടുക, ഒരു സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ആദ്യം സവോള കുനുകുനയാക്കിയിട്ട് അരിഞ്ഞ സവോള വഴറ്റാനിടുക. അതിൻ്റെ കൂടെ ഒരു 20 ചെറിയ ഉള്ളി ഇടുക, ഒരു 7 വെളുത്തുള്ളി നടുക്കീറിയിടണം കേട്ടോ. നീളത്തിൽ മുറിച്ചാൽ മതി, ചതയ്ക്കൊന്നും വേണ്ട. ഇഞ്ചി അതേപോലെ തന്നെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിടുക, പച്ചമുളകും അരിഞ്ഞിടുക. എന്നിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. മൂടി വെച്ച് വഴറ്റണം, ചെറിയ തീയിലേക്ക് കൊടുക്കുക. ഒന്നിങ്ങോട്ട് വഴന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ചെറിയതിലേക്ക് കൊടുക്കുക. അപ്പോൾ ആ ചെറിയതിൽ കിടന്നിട്ട് അതിൻ്റെ ആ ജ്യൂസൊക്കെ ഇറങ്ങി ഇങ്ങനെ വരണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ. ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കണേ. എന്നിട്ട് നമ്മൾ തക്കാളി റൗണ്ടാക്കിയിട്ട് അരിയുക. എന്നിട്ട് ഇങ്ങനെ നിരത്തി വെക്കണം. ഇതുപോലെ നിരത്തി വെച്ചിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചൊരു 3 മിനിറ്റ് കഴിയുമ്പോൾ തക്കാളി അരിഞ്ഞിട്ടുണ്ടാവും. തക്കാളി നമ്മൾ മുറിച്ചിട്ട് ഇതിനകത്ത് ഇടുകയാണെങ്കിൽ കുറേ സമയം എടുക്കും. ഒരു 10 മിനിറ്റ് ആണെങ്കിൽ തക്കാളി വേവാനെടുക്കും. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തക്കാളി നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല ജ്യൂസ് ഉണ്ടാവും, നന്നായിട്ട് ജ്യൂസി ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇടണം. എന്നിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ പോലെ നല്ലോണം ഇളക്കി ഇതിനകത്തേക്ക് ആ മസാലകളൊക്കെ ചെല്ലണം കേട്ടോ. നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിനെ നമ്മൾ സ്നേഹത്തോട് താലോലിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ആ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാനും ഭക്ഷണം കഴിക്കാനും തോന്നും. ഇപ്പോൾ കണ്ട ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ജ്യൂസാണത്. നന്നായിട്ട് ഇറങ്ങി വരും. എൻ്റെ കസിൻ സിസ്റ്റർ എപ്പോഴും എന്നോട് ചോദിക്കും, നിനക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്നതൊക്കെ എന്നോട് ചോദിക്കും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇതിനകത്ത് ഒഴിക്കുക. ഇറക്കാനാണ് സമയത്ത് നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ അതിനകത്തേക്ക് മല്ലിയില തൂക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ചിക്കൻ ഒന്ന് ഉണ്ടാക്കി വെക്കും. ഭയങ്കര ടേസ്റ്റായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് പഠിക്കാൻ പറ്റാത്തതൊന്നുമില്ല. നമ്മൾ പഠിക്കുന്ന പ്രൊഫഷൻ വേറെ ആയിരിക്കും, പക്ഷെ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല. കുറച്ചൊരിത് കഴിയുമ്പോൾ നമുക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ആ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പോകും. ഓക്കെ, ബൈ, താങ്ക് യു.